ഇന്നലെ മഴ പെയ്തപ്പോഴേ പെട്ടെന്ന് ഒന്ന് ഇവിടെ നോക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ സാധനം അവിടെ നിന്ന് എല്ലാം കൂടെ പറഞ്ഞ് വിലയെല്ലാം കൂടെ വന്ന് തങ്ങിയിട്ട് ഇതെല്ലാം കൂടെ പറഞ്ഞ് താഴെ പോയി. താഴെ പോയില്ല, താന്നിങ്ങി വന്ന് അങ്ങനെ ഈ സംഭവം എല്ലാം പൊട്ടിപ്പോയി. ഇവിടെ വെച്ചിരുന്ന പൈപ്പും സാധനം. പക്ഷെ വെള്ളം നേരെ ഇങ്ങോട്ട് വീഴുന്നുണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് അങ്ങോട്ട് പൊക്കോളും. കുഴപ്പമൊന്നുമില്ല, വെള്ളം കിട്ടും. അതിൻ്റെ ടെക്നോളജി ചെറിയ മാറ്റം കൂടെ വരുത്തണം. കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്യുമ്പം ചെറിയ പണി കിട്ടുന്നുണ്ട്. ഇല എപ്പോഴും മാറ്റി സെറ്റ് ചെയ്ത് ക്ലിയറാക്കി വെക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ സെറ്റായി, വെള്ളമൊന്നും വരുന്നില്ല ഒട്ടും. നിനക്ക് നിന്റെ മറ്റേ ചെരുപ്പിട്ടോണ്ട് പൊയ്ക്കത്തോളൂ. എനിക്കിത് വൈകിട്ടിട്ടോണ്ട് പോകണ്ടതാ. അതിപ്പോൾ ഇന്നലെ അത് തന്നെ അങ്ങോട്ട് ശരിക്കും വേറെ ഞാൻ അതിട്ടോണ്ട് പോകണ്ട. പിന്നെ ആ ഷൂ ഞാൻ ഇട്ടുകൊണ്ട് പോകേണ്ടി വരത്തില്ലേ? എനിക്കിത് വൈകിട്ടിട്ടോണ്ട് പോകാമേ. എന്തുവാ ഇത്? ഒരു ദിവസം ഇടുമ്പോൾ അതങ്ങ് ചെളിയാവുകയാണോ? താത്തിട്. ശ്യാമളേ ബാസുരേ. ചകിരിയോ? പിന്നെ ഞാൻ പിന്നെ അമ്മയ്ക്കും കൂടെ ഉള്ള ചകിരി എടുക്കുവോ? എന്തീ പറയുന്നത്? ചുമ്മാ അങ്ങ് പറയാണ്. അപ്പൊ അമ്മ ചകിരി എടുക്കുമ്പോ എനിക്ക് കൂടെ ഉള്ള എടുത്ത് വെക്കുക. എലി കൊണ്ടുപോയി കാണും. രാമച്ചത്തിനെ മേടിക്ക്. അങ്ങാടിക്കട. ആ തുടങ്ങി, അവള് പരിപാടി തുടങ്ങി. നീ ഇത് എവിടെ നടി തപ്പ് എടുക്കുന്ന ഈ പാട്ടൊക്കെ? ഇത് ശങ്കരപ്പാമനല്ലേ? ഇതാണ് കുഞ്ചാക്ക ബോബൻ. മരത്തെ കഴിയുമ്പോഴൊരു മാങ്ങ ഉണ്ട്. മാങ്ങ സ്ഥല ഉപ്പിട്ട മാങ്ങ. എന്ത് ചൂടിയാ ഉപ്പും മാങ്ങ. മാങ്ങ ഉണ്ടോ? മാങ്ങ മാങ്ങ മാങ്ങ. ഞാൻ കഴിച്ചതാ. മൂടി ഇട്ടിട്ട് വരെ പാറ്റയത് എലിയല്ല. പാറ്റയൊക്കെ ഇത് കഴിക്കുവോ? ഇതോളോ? ബാക്കിയൊക്കെ എന്ത് ചെയ്യും? വേണ്ടല്ലോ. വേണ്ടെന്ന് ഞാൻ പറയുന്നതാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് വേണ്ട. ഇതൊന്ന് പാട്ടൊന്ന് ഓഫ് ചെയ്യണേ. കാലിലെടുക്ക നല്ല കാലാണോ? ചില ആൾക്കാർക്ക് ചില സ്വഭാവം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാവേ. മറ്റേതും കൂടെ
ആ കൂടിന്റെ കവറിനെക്കാട്ടും വലുതായി പോയി. ആ കൊടുക്ക വെക്കട്ടെ ചിരിക്കുന്നതിനൊക്കെ അടി കൊടുക്കുന്നത്. ചിരി ഒരു ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. മനസ്സിലാവുന്നുണ്ടോ? ആണോ? ആ നമുക്കല്ലേ ബുദ്ധിമുട്ടാകത്തുള്ളൂ, ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകും. ചിരിക്കും. താഴോട്ട് പിടിക്കുന്നത് എപ്പോഴും നേരെ പിടിക്കാൻ അറിയത്തില്ല അല്ലേ? ഇങ്ങനെയോ? അതാ നേരെ. ആണോ? ആ നന്നായി. ഇപ്പം മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് ഈ പരിപാടിക്ക് പോകാത്തെന്ന്. എനിക്ക് ഇങ്ങനെ വഴക്ക് കേൾക്കാൻ താല്പര്യമില്ല. മാറ്റായിരുന്നാ പോരാ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം. നേരെ ഇരിക്കത്തുള്ളൂ, പിന്നെ മാറത്തില്ലത്. താല്പര്യമില്ലാത്ത കാര്യം. നീ ഇപ്പൊ മേളിൽ പിടിക്കണമെങ്കിൽ ഇങ്ങനെ പിടിക്കാം. എനിക്ക് ഇത് വലിയ താല്പര്യമില്ല. തീർന്നല്ലേ? പിന്നെ പണി ഉണ്ടല്ലോ, ചോറ് വെക്കാൻ അറിയത്തില്ലെന്ന് പറയും. ചോറും വെക്കണ്ടല്ലോ. ആണോ? പറഞ്ഞായിരുന്നല്ലോ അല്ലേ? അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുമില്ല, പുള്ളി അതൊന്നും കഴിക്കുന്നുമില്ല. ആ അല്ല, ഇവിടെ ചോറും കറിയും വെക്കുന്നത് പിന്നെ ആരാ? ചേട്ടായാണോ? ചേട്ടാണോ ചോറും കറിയും വെക്കുന്നത്? ചേട്ടായാണോ? പിന്നെ ഇല്ല, ഞാൻ തീ കത്തിക്കുന്നുമില്ല, കത്തിച്ചിട്ടുമില്ല. ഓ സന്തോഷമായി. അല്ല വേണ്ട, സാരമില്ല. എനിക്കിപ്പോൾ ഞാൻ കഴിക്കല്ല, ഞാനിപ്പോൾ ചെയ്യുന്ന പണിയൊന്നും നിങ്ങളാരും വീഡിയോ എടുക്കാറുമില്ല. ചേട്ടാ ചെയ്യുന്ന ഫുള്ളും വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും വിചാരം ചേട്ടനാണ് ഈ വീട്ടിലെ പണികൾ മൊത്തവും. എൻ്റെ പൊന്നെ ചേട്ടാ, എനിക്ക് ആരെയും ബോധിപ്പിക്കണമെന്നുമില്ല. എനിക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് വീഡിയോ എടുക്കണമെന്നും അത് ആരെങ്കിലും കാണിക്കണമെന്നും എനിക്ക് നിർബന്ധമില്ല. അത് മനസ്സിലാക്കുക. ആ മനസ്സിലായില്ലേ? ആണെങ്കിൽ നന്നായിപ്പോയി. പാവയ്ക്ക, കോവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ എല്ലാം കൂടെ കൂട്ടിയൊരു കളി. ഇനി ആദ്യം എടുക്കണ നമുക്ക് പഠിച്ചില്ല. മുളക് പൊടി ഉണ്ട്, മുളക് പൊടി ഇവിടെ നീ എവിടെയാലും അടങ്ങിയിരി അവിടെ. നമുക്ക് ജയമേലി ഇരുത്തിയാലോ? ഗ്യാസ് അടുപ്പിലോട്ട് മാറ്റുക. ഇവിടെ ലൈറ്റ് ഇല്ലല്ലോ, വെട്ടമില്ലല്ലോ, വെട്ടം കുറവാണല്ലോ. ഓക്കെ അവിടെ ഒന്നൊന്ന് ഓക്കെ അത് ഓഫ് ചെയ്തൊക്കെ പിന്നെ ചൂടാ. മുളക് പൊടിയോ? മുളക് പൊടി ഇത് ചുമക്കണം, ചുമന്ന് വരണം. അല്ല ചുമന്നല്ല, ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളർ ഗ്യാസിലാണ് ഒത്തിരി നേരം ചെയ്യണം. ഇതാകുമ്പോൾ പെട്ടെന്ന് ആവുന്നുണ്ട്. പിന്നെ കരിഞ്ഞു പോകാൻ നോക്കണം. ഇളക്കുന്നത് നിർത്താനേ പറ്റത്തില്ല, നിർത്തിയാൽ സെക്കൻഡിൽ കഴിയും. കൂട്ടിട്ടിട്ടാണ് അടുപ്പ്, കൂട്ടിയിട്ടിട്ടാണ്. നീ ഗ്യാസ് കൂട്ടിയിടുന്ന പോലെ ഇത് അടുപ്പ് കൂട്ടിയിടാൻ പറ്റുമോ? ഈ സീൻ ഇത് പിടിച്ചേ, അല്ലാതെ പെട്ടെന്നാകുന്നു. നീ നമുക്ക് വെളിയിൽ വെക്കണം. അതിന് മാത്രം ആയില്ലല്ലോ. ഇനിയിപ്പോൾ ആ ചൂട് മതിയേ. ശാമ്പു മാറിക്കടാ. അത് ചെറിയ തീക്കകത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതെ, പക്ഷെ തീ കത്തി. ഞാനിപ്പോൾ അതിനിടയ്ക്ക് തീ എടുത്താൻ പോയാലും അത് നീ രണ്ടാമത് തീ ഇടണ്ടായിരുന്നു, വെക്കണ്ടായിരുന്നു. ആ കിടന്ന കല്ലിൽ കിടന്ന് ഒട്ടുമില്ലായിരുന്നു. അതല്ലേ ഒത്തിരി മൂപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിടണോ?
പറിക്കാൻ നേരം കിട്ടും. ഞാനെടുത്തുണ്ടോ? ആ വന്ന് ഇപ്പം ചാറിനകത്തിട്ടുണ്ടോ? അത് പാത്രത്തിനകത്ത് നമ്മളത് തണുക്കാൻ വെക്കണം. അതിന് വെച്ച വെണ്ടയ്ക്കയും കൂടി ഇട്ട് വെള്ളം ഒരു കുറുകി കുറുകി എന്ത് ടേസ്റ്റാ. ടേസ്റ്റോ കുറുകി കുറുകണം. മതി 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 എന്നാ മതി? ഇഷ്ടം മതി എന്ന് പറഞ്ഞു. അപ്പ വെയിൽ വന്നില്ലേ? അവിടെ അപ്പ അമ്മ വെയിലങ്ങ് വരാത്തേ. വെയിലൊന്നുമില്ല, ഒന്ന് മൂടല. ഇപ്പം മതി. ഓക്കെ, ഇനിയും കൊണ്ടുവെക്കണം. മതി. ആര് പറഞ്ഞല്ലോ? പിന്നെ അന്നി നോക്കാതെ ആറ് ബനിയനാണോ? രേമയുടെയോ? ഇപ്പം ഓക്കെ. ഇനി ആദ്യം വെണ്ടയ്ക്ക ഇടണം. എടുത്തോളൂ. എണ്ണ എടുക്കാൻ പോയി. എന്നിട്ട് എണ്ണ എത്ത ഒഴിക്കാൻ എങ്ങനെ? ഇല്ലേ, മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പകലുറക്കൊന്നും ഇല്ല എന്നാ പറഞ്ഞ അമ്മ. ഇവിടെ ലൈറ്റ് ഇല്ലല്ലേ? ഇവിടെ ലൈറ്റേ വന്നില്ല. മേടിക്കാൻ കുറച്ച് താമസമുണ്ട്. ലൈറ്റ് കടുക് എപ്പോ ഇടുന്ന അമ്മ പറഞ്ഞേ? കടുകൊന്നും ഇപ്പൊ അല്ല, ലാസ്റ്റ് താളിക്കുക. ആണോ? ഓ, ചൂടാട്ടെ. റേസിങ്ങോ? അതിനെന്തറിയോ, പരസ്യം വന്നിട്ട് സ്കിപ്പ് ചെയ്യാനില്ല, ഉറങ്ങി കാണും. ഉറങ്ങുന്നില്ല. പിന്നെ കണ്ണാടി ഇരിക്കുള്ളതുകൊണ്ട് അറിയത്തില്ല കേട്ടോ ഉറങ്ങുമോ. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ വെക്കും. സ്വല്പം ഉപ്പ് ഇതിനകത്ത് ഇടാൻ അതാണ് വെറുതെ ഞങ്ങൾ ഒഴിക്കുന്നുണ്ട്. നേരെ വരുന്നു. ഇതിന് നീ കട്ട് ചെയ്തു കുറച്ച് നേരം. ഞാൻ നടക്കട്ടെ. നടത്തിക്കോ. നമ്മളമ്മ വിളിക്കരുത് പ്ലീസ്. നമ്മളമ്മ ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ ഒരു തീയൽ ആരും ഉണ്ടാക്കി കാണിയല്ലായിരിക്കുമല്ലേ? ഇങ്ങനെ അടിക്കരുത് കേട്ടോ. നടുവിനിട്ട് അടിച്ചു കഴിഞ്ഞാൽ പേടിയാ. പിന്നെ ഇനി അതിന് വെള്ളം അത് തന്നെ കൂടുതല. അടച്ചു വെക്കണോ? പൊടിച്ചോണ്ടേ ഞാൻ അവിടെ പൊടിച്ചോണ്ട് വരാം. ഉപ്പിടും. അപ്പം മറ്റേ അതിനകത്ത് ഉപ്പിടുണ്ടായിരുന്നേരം ഒന്ന് ചേട്ടാ ഒന്ന് ഇട്ടേക്കാ വന്നോ? മതി 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 മതി. ഞാൻ പൊടിച്ചോണ്ട് വരാം. അത് പൊടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എണ്ണ പോലെ ആവുമേ. അത് തേങ്ങയുടെ അനുസരിച്ചിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ തേങ്ങ ഇതങ്ങനെ ആയില്ലായിരുന്നു. ഒന്നുമില്ല. അതിനകത്തൊന്ന് ഇച്ചിരി വരാജ പാടാണ്. പോരാ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വേണ്ട ശാംഭവിയെ. ഒഴിച്ചു. എവിടെ ഇരിക്കാൻ? നീ വന്ന് വീഡിയോ എടുക്കാവോ? നീ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കണേ പിന്നെ ഞാൻ മാറിയിരിക്കത്തില്ലേ? ഇടയ്ക്ക് വന്നിന്നോ? ഇവിടെ വന്നിന്നോ? ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. സൂപ്പറാണോ? അത് വെണ്ടക്ക തീയലല്ല, വാവയ്ക്ക തീയലും വഴുതനങ്ങ തീയലും എല്ലാം കൂടെയാ, മിക്സഡാണ്. ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ? പാട്ട് വെച്ചേട്ടാ. ഫോൺ അവിടെ വെച്ച മോനെ, ഫോൺ അവിടെ വെച്ച് അവിടെ വെക്ക. ദൈവം അതെ
ഫോൺ അവിടെ വെക്ക. ചൂടായില്ലായിരുന്നു കേട്ടോ. എണ്ണ ചൂടാകാതെ കടുകിടരുത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ചേട്ടായ. അങ്ങോട്ട് വേറെ ആള് തന്നാലും എനിക്ക് ചേട്ടാ പറയുന്നത് എനിക്ക് കേൾക്കാൻ, എനിക്ക് കാണുന്നത് പോലും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ അല്ലേ? അങ്ങനെ ഉമ്മയോ? എന്തിനാ എന്തിനാ കടുക് പൊട്ടിച്ചാണോ കടുക് പൊട്ടിക്ക് ഉമ്മ തരണമെന്നുണ്ടോ? പറ, കടുക് പൊട്ടിച്ചാണോ ചോറിനുന്നേ? ആ ഞങ്ങൾ അങ്ങനെ ആയിരുമല്ലോ ചോറിനൊന്ന്. ചോറിനോ? ആ കടുക് പൊട്ടിക്ക്. ദിവസവും ആംബുലൻസ് പോകുന്നതാണ്. നീ ഇതുപോലെ കറിയൊക്കെ നോക്കി ഇപ്പം ആകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊതിച്ച് കഴിച്ചാലേ നീ ആഹാരം കഴിക്കുള്ളൂ. അല്ലാതെ നീക്കത് കൊടുക്കുമ്പോഴൊക്കെ മിച്ചം ഇടില്ല. വേണ്ട. ശ്യാമളമ്മ മലയ്ക്ക് പോകുന്നുണ്ട്. എന്തുവാ നിങ്ങൾ ഇപ്പം ഒറ്റ സെക്കൻഡ് ഇതൊന്നും കിട്ടോട്ടെ. ഓക്കെ കാര്യം പറയട്ടെ, വിശക്കുന്നപ്പ ഒന്നും കറിയായോ? ഷാമ്പു അതെ ഇടുന്നു. ഓക്കെ ഇളക്ക് ഇളക്ക്. സെറ്റ് എന്ന് ചേട്ടാ കഴിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ പിന്നെ അപ്പുറത്ത് തട്ടിയില്ല. കഴിക്കുമ്പോ വാവ് സൂപ്പർ. വാക്കിട്ടേക്കുന്നുള്ളൂ. ചോറ് കഴുകാത്ത പാത്രം എടുത്തു. ഞാൻ കഴിക്കില്ല. മതിയോ? ഇതാ പൊടി എടുത്ത പാത്രമല്ലേ. മതി. ആയോ? ആയോപ്പേ? ഞാൻ പൊക്കോട്ടെ. ഇവിടെ സ്റ്റൂളിൽ സ്റ്റൂളാലൊന്നും അല്ല തരുന്നത്. ഇവിടെ തരുന്നേ. ഇവിടെ നിനക്ക് ചോറ് തരുന്നേ. ചോറ് തരുന്നേ ഇവിടെ. ബാ ഇവിടെ ഇരുന്നോ. ആ ഇവിടെ പാത്രം ഉണ്ടായിരുന്നല്ലോ. ആ ഇവിടെ ഇരുന്നോ. ചൂടോ? നിനക്ക് ധൃതിയല്ലേ? ചൂടുണ്ട്. ചൂടാണ്. കുറച്ച് കേട്ടെ തണുക്കട്ടെ. ടൈപ്പുണ്ടല്ലോ ശാലം പാലിക്കാവുന്നതുകൊണ്ട് അതിന് കുഴപ്പമില്ല. ടൈപ്പില്ലേ? ടൈപ്പ് സൂപ്പറല്ലേ? ഇനി പച്ചപ്പാവയ്ക്കായിരുന്നു. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഞാനൊന്നും കഴിച്ചില്ല. കഴിച്ചില്ല. അടിപൊളി കറി. മതിയോ? ചേമ്പ് കൊടുക്കുമോ? അതിനൊക്കെ തിന്നോളൂ. നല്ല കറിയാണല്ലോ.
വന്നോ വന്നോ ഒന്നില്ല വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ജയമയ്ക്ക് കൊടുത്താലോ നാലുവാന കൊടുക്കാം വരട്ടെ. സൂപ്പർ. കഴിക്കേ. ഇതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള തീയല് കടച്ചക്ക തീയല് പിന്നെ ഉള്ളിത്തീയൽ. ഇത് കഴിഞ്ഞിട്ടുള്ള തീയലേ ഉള്ളൂ എനിക്ക് വേറെ എന്ത്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ചേർത്ത സാധനമില്ലേ, ഏത് സാധനം വേണമെങ്കിലും തീയലാകാം. വെണ്ടയ്ക്ക, കോവയ്ക്ക, പാവയ്ക്ക. തീയൽ കൊള്ളാം, പക്ഷെ കയ്പല്ലേ. തീയലല്ല ഇത്, തീയലെന്ന് പറയാൻ പറ്റില്ല. തീയലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് വ്യത്യാസമാണെന്ന് തോന്നുന്നു. ഇത് വറുത്തരച്ച് വെച്ച കറി എന്നുള്ള കൂട്ടിയാൽ മതി. തീയലും വറുത്തരച്ച് വെക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. വറുത്തരച്ച് വെക്കുന്ന എല്ലാം തീയലല്ല. തീയൽ എനിക്കൊന്ന് വെള്ളം തൊടാതെ വെക്കുന്നത്. പക്ഷേ ഈ സാധനം ഏത് സാധനം മാത്രം ഇട്ടുണ്ടാക്കിയാലോ അത് രണ്ടെണ്ണം ചേർത്തുണ്ടാക്കിയാലോ ഒന്നും കുഴപ്പമില്ല, എല്ലാം ടേസ്റ്റാണ്. പാവയ്ക്ക വരുമ്പോൾ ഇച്ചിരി കയ്പ്പ് വരും, പക്ഷേ പാവയ്ക്ക തീയൽ വെക്കുന്നതാണല്ലോ പാവയ്ക്ക മാത്രമായിട്ട്, അതേ ഉള്ളൂ. അടിപൊളി ഫോൺ. എത്ര മാസമായിടി? എത്ര മാസമായി കാണും കണ്ടിട്ട്? മാല മാത്രം മേടിച്ചാൽ പോരെ, വേറെ ഒന്നും മേടിക്കാനില്ലല്ലോ. മാല, ലോക്കറ്റും പിന്നെ എന്തും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നുമില്ല, മാല ലോക്കറ്റേ ഉള്ളൂ. ഉള്ളോ? വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ തലേന്ന്. പറഞ്ഞു തരുമോ? പതിനെട്ട് രൂപ അവള് കഴിക്കുമ്പോഴാന്ന് പറഞ്ഞില്ലേ. എന്ത് പടി നിനക്ക്? ചന്ദനത്തിന് ഇരിപ്പുണ്ടോടി? കുറച്ചേ ഉള്ളു. ആ വേണ്ട. എന്നാ അടി ശാമ്പോയി, എന്നാ അടി? ചാണകം വെള്ളം എടുക്കാൻ തോത്തിനാ പോയി, കാല് മടങ്ങി അപ്പോ കാർച്ച കേട്ട്. മതിയോ? എല്ലാരോടും പറയാം. ശ്യാമയുടെ കാല് വെള്ളം എടുത്ത് തെന്നി വീണെന്ന് പറയാം. ഓ നമ്മളെ ഗൂഗിൾ ഉണ്ടല്ലോ, ഇതോ Making an audio call to Jay and Jay Chachan. അപ്പോ
അപ്പ ചേച്ചി ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങോട്ടെങ്ങാണ്ട് വേണ്ടേ? ഒരെണ്ണ എടുത്തു വെച്ചപ്പോൾ നടപ്പോയതാ. സീതപ്പഴം. രാമന്റെ വൈഫ് സീത. പൂച്ച കറിയൊക്കെ അവിടെ കിടക്കുന്ന അറിയാം നീയൊക്കെ സാബരം ഉണ്ടാക്കി കൊടുത്തിട്ട്. അത് എത്ര നാളെ കിടക്കുന്നത്? രാവിലെ അവിടെ കിടക്കുന്നത്. അമ്പലത്തി അമ്പലത്തി പാർത്ഥസാരഥി ചോറ്റി പോകുന്നു ഞാൻ പറഞ്ഞില്ല. നിനക്കാണോ കുറി? കുറി പിടിച്ചില്ല അമ്പലക്കുറി. മതിയോ? സൂപ്പർ. മതിയോ? മതി മതി മതിയോ? മതി. കൊള്ളാം, സൂപ്പർ. എനിക്കില്ലേടി പൊന്നെ കുറിയൊന്നും എനിക്കില്ലേ? അമ്മമ്മക്കില്ലേ? അപ്പൊന്ന് കൊടുക്കാപ്പേ. നീ ഓർഡർ നീ തൊട്ടുകാടി. നീ എനിക്ക് ഒന്നും തൊട്ടുക. എവിടെ തൊട്ട്? നെറ്റിയിൽ നേരെ തൊടണ്ടേ? നീ ഒന്ന് സൈഡിൽ കൊടുത്തോട്ടോ. നീ തൊടേ. അപ്പൊ കൊടുക്കേ. ഞാൻ തൊടുന്നില്ല. ഇങ്ങനെ എടുക്കണം, ഇതിങ്ങനെ കൊണ്ടുവരണം. ഒന്നിങ്ങനെ കണ്ടുപിടുത്തോ, ഓരോ കണ്ടുപിടുത്തോ. പിന്നെ രാത്രി പാൽപ്പായസം പൊക്കോന്നു. അമ്മ വന്നോ? വന്നു അമ്മ വന്നു. ചേച്ചി